കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുന്നതിനിടെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ അച്ചടക്ക നടപടി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിന് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യ പ്രകടനം നടത്തിയ 3 പ്രമുഖ നേതാക്കളെ പദവികളിൽ നിന്ന് നീക്കം ചെയ്തു. സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് DCC പ്രസിഡന്റ് CP മാത്യു ആണ് നടപടി പ്രഖ്യാപിച്ചത്. സംഘടനയുടെ അച്ചടക്കം ലംഘിച്ചുവെന്ന കാരണത്താൽ DCC ജനറൽ സെക്രട്ടറി VE താജുദ്ദീൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയി മൈലാടി എന്നീ നേതാക്കൾക്കെതിരെ പാർട്ടി കർശനമായ നടപടി സ്വീകരിച്ചു. ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ചർച്ചകൾ തെരുവിലേക്ക് വലിച്ചിഴച്ചു എന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള പ്രധാന ആരോപണം. സംഘടനയുടെ ഐക്യത്തെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് ഇവരെ പദവികളിൽ നിന്ന് നീക്കം ചെയ്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ കേരളത്തിൽ UDF ഭരണത്തിലേറുന്ന വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുന്നതിനിടയിൽ അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് അതിശക്തമായിരിക്കുകയാണ്. AICC നിരീക്ഷകനായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ചോദിച്ച ശേഷം ഡൽഹിക്ക് മടങ്ങിയതോടെയാണ് ഈ ചേരിതിരിവ് പ്രാദേശിക തലങ്ങളിലേക്കും പടർന്നത്. നിലവിൽ മുഖ്യമന്ത്രി പദത്തിനായി 3 പ്രധാന ഗ്രൂപ്പുകളാണ് അവകാശവാദവുമായി രംഗത്തുള്ളത്. 48 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് KC വേണുഗോപാൽ പക്ഷവും 35 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് VD സതീശൻ പക്ഷവും 23 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് രമേശ് ചെന്നിത്തല വിഭാഗവും വാദിക്കുന്നു. ഈ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമമായൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ പ്രവർത്തകർ യാതൊരുവിധ പരസ്യ പ്രകടനങ്ങളും നടത്തരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ മറികടന്ന് പരസ്യമായി രംഗത്തിറങ്ങിയതാണ് ഇടുക്കിയിലെ നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിക്ക് പ്രധാന കാരണമായത്. AICC നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് ഔദ്യോഗികമായി റിപ്പോർട്ട് സമർപ്പിച്ചതോടെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച നിർണായക നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ്. ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നതെങ്കിലും VD സതീഷിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും മികവാർന്ന പാർലമെന്ററി പ്രവർത്തനങ്ങളെയും അനുകൂലിക്കുന്ന ഒരു വിഭാഗം അദ്ദേഹത്തിനായി ശക്തമായി രംഗത്തുണ്ട്. സാഹിത്യകാരി സാറ ജോസഫിനെ പോലെയുള്ള പ്രമുഖരുടെ പിന്തുണയും ഈ പക്ഷത്തിന് ശ്രദ്ധേയമായ കരുത്തു പകരുന്നു. മെയ് 10 മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തുടരുമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിൽ നടപടി നേരിട്ട നേതാക്കളുടെ അനുയായികൾക്കിടയിൽ പുകയുന്ന ശക്തമായ അതൃപ്തി വരും ദിവസങ്ങളിൽ ജില്ലയിലെ പാർട്ടി സംവിധാനത്തിന്റെ കെട്ടുറപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് സംഘടന ഇപ്പോൾ കടന്നുപോകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷകൾക്ക് പിന്നാലെ ഉയർന്നു വന്ന ഈ ഗ്രൂപ്പ് പോര് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇടുക്കിയിൽ 3 പ്രമുഖ നേതാക്കൾക്കെതിരെ എടുത്ത കർശനമായ നടപടി പാർട്ടി വിരുദ്ധമായ പരസ്യ പ്രകടനങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. എങ്കിലും താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ ഈ നടപടികൾ സൃഷ്ടിക്കുന്ന അതൃപ്തി വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്നു വരുമ്പോൾ വെറും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നതിലുപരി ഗ്രൂപ്പുകൾക്കിടയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്.